എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത മുഴുവനും ചൊല്ലി ഇടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയെങ്കിലും 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം കൊണ്ട് നിർത്തേണ്ടി വന്നു. അത് അന്ന് മുഴുവൻ ആക്കാൻ സാധിക്കാഞ്ഞത് മനസ്സിനൊരു വേദനയായി കിടക്കുകയായിരുന്നു. അങ്ങനെ 4-ാം അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകം മുതൽ വീണ്ടും തുടങ്ങുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 38. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽസ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ജ്ഞാനത്തിന് തുല്യം ശുദ്ധീകരമായി ഇവിടെ ഒന്നും തന്നെ അറിയപ്പെടുന്നില്ല. ആ ജ്ഞാനത്തെ യോഗസിദ്ധി നേടിയവൻ കാലക്രമേണ തന്നിൽ താനെ പ്രാപിക്കുന്നു. ഈ ലോകത്തിൽ ജ്ഞാനത്തിന് തുല്യം ശുദ്ധികരമായി ഒന്നും തന്നെ അറിയപ്പെടുന്നില്ല. ആ ജ്ഞാനത്തെ യോഗസിദ്ധി നേടിയവൻ കാലക്രമേണ സ്വാത്മാവിൽ താനേ പ്രാപിക്കുന്നു. അനാസക്തനും അനഹങ്കാരനുമായി അർപ്പണബുദ്ധിയോടെ നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകൾ ക്ഷയിച്ച് മനസ്സ് നിർമ്മലമാകുന്നതിന് സഹായിക്കുമെന്നും അത് ആത്മജ്ഞാനോദയത്തിലേക്ക് നയിക്കുമെന്നും ഗീത ഉപദേശിക്കുന്നു. ഇത് ഞൊടിയിട കൊണ്ട് നേടാവുന്നതല്ലെന്ന് കാലേന എന്ന പദത്താൽ സൂചിതമായിരിക്കുന്നു. ശ്ലോകം 39. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അചിരേണാധിഗച്ഛതി. പരമാത്മജ്ഞാന സമ്പാദനത്തിൽ തൽപരനും ഇന്ദ്രിയ സംയമനം സാധിച്ചവനുമായ ശ്രദ്ധാലുവിന് ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം ലഭിച്ചിട്ട് വേഗം തന്നെ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. ജ്ഞാനലാഭത്തിന് ആവശ്യം വേണ്ട ഗുണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. താൽപ്പര്യം, ഇന്ദ്രിയ സംയമനം, ശ്രദ്ധ കേവലമായ ഏകാഗ്രതയല്ല, ശാസ്ത്രത്തിലും ഗുരുപദേശത്തിലുമുള്ള വിശ്വാസമാണ്. ശ്ലോകം 40. അജ്ഞശ്ച ശ്രദ്ധധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. അജ്ഞ ച അജ്ഞനും അശ്രദ്ധധാന ച ശ്രദ്ധയില്ലാത്തവനും സംശയാത്മാവും വിനശ്യതി നശിക്കുന്നു. സംശയാത്മനഃ സംശയാത്മാവിന് അയം ലോക ഈ ലോകാനുഭവങ്ങൾ പോലും നാസ്തി കിട്ടില്ല, ന പരഃ പരലോകാനുഭവങ്ങളുമില്ല, ന സുഖം അവന് ഒരിക്കലും സുഖവും കിട്ടില്ല. ഗുരു ഉപദേശിക്കുന്നതും ശാസ്ത്രങ്ങളിൽ പറയുന്നതും സത്യമായിരിക്കുമോ എന്ന് സംശയിക്കുന്നവനെയാണ് സംശയാത്മാവ് എന്ന് പറയുന്നത്. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയാത്മാവും നശിക്കുന്നു. സംശയാത്മാവിന് ഈ ലോകാനുഭവങ്ങൾ പോലും കിട്ടില്ല, പരലോകാനുഭവങ്ങളുമില്ല, അവനൊരിക്കലും സുഖവും കിട്ടില്ല. ശ്ലോകം 41. യോഗസംന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ധനഞ്ജയ അല്ലയോ അർജുന, യോഗസംന്യസ്ത കർമാണം എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്യലാകുന്ന കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നവനും ജ്ഞാനസംഛിന്ന സംശയം ജ്ഞാനം കൊണ്ട് എല്ലാ സംശയങ്ങളെയും മുറിച്ചു കളഞ്ഞവനും ആത്മവന്തം
ആത്മാവിൽ മനസ്സുറച്ചവനുമായ മഹാത്മാവിനെ കർമാണി, അതായത് കർമ്മങ്ങൾ, ന നിബധ്നന്തി, ഒരിക്കലും ബന്ധിക്കുന്നില്ല. കർമ്മങ്ങൾ വാസനകളായി തീർന്നാലാണ് ബന്ധം. ജ്ഞാനിയുടെ കർമ്മങ്ങൾ ഒരിക്കലും വാസനകളായി തീരില്ല. ഭഗവാൻ അർജുനോട് പറയുന്നു, അല്ലയോ അർജുന, എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്യലാകുന്ന കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നവനും ജ്ഞാനം കൊണ്ട് എല്ലാ സംശയങ്ങളെയും മുറിച്ചു കളഞ്ഞവനും ആത്മാവിൽ മനസ്സുറച്ചവനുമായ മഹാത്മാവിനെ കർമ്മങ്ങൾ ഒരിക്കലും ബന്ധിക്കുന്നില്ല. ശ്ലോകം 42. തസ്മാദജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. ഭരതവംശത്തിൽ ജനിച്ചവനായ അർജുന, അതിനാൽ തൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതും അജ്ഞാനത്തിൽ നിന്നുണ്ടായതുമായ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് മുറിച്ചു കളഞ്ഞ് കർമ്മയോഗത്തെ ആചരിച്ചാലും, ഉത്തിഷ്ഠ, യുദ്ധം ചെയ്യാനായി എഴുന്നേറ്റാലും. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ജ്ഞാനകർമ്മസന്ന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.